താങ്കൾ വാദിച്ച് ജയിച്ച ഒരു കേസുണ്ടോ എന്ന് കുഴൽനാടനോട് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചപ്പോൾ മൂപ്പര് കിടന്ന് ഉരുണ്ട് കളിച്ചത് നമ്മൾ കണ്ടു. I don't want to bring my profession. Sorry, I am not for that. I don't want to canvass. KM ഷാജിയുടെ ഭാഷയെ പറഞ്ഞാൽ സ്വന്തമായി വക്കീൽ ആഫീസുള്ള മാത്യു കുഴൽനാടൻ. നിങ്ങൾ മാത്യു കുഴൽനാടനോടാണ് കളിക്കുന്നത്. ഓന്റെ കയ്യിലൊരു വക്കീൽ ആഫീസ് തന്നെ ഉണ്ട്. അത് നല്ലോണം CPM മനസ്സിലാക്കിക്കോ. ഇത് കേട്ടതൊന്നും ബാക്കി വക്കീലന്മാർക്ക് ആർക്കും വക്കീൽ ആഫീസ് ഇല്ല എന്ന്. ഷാജി, നിങ്ങൾ വേറൊരു ഡയലോഗ് കൂടി അടിച്ചല്ലോ. എന്താ അത്? മാത്യു കുഴൽനാടൻ വക്കീലാണ്. അയാൾ പണി തുടങ്ങി ഞങ്ങൾ AKG സെന്റർ പൊളിപ്പിക്കേണ്ടി വരുന്നു. അതല്ലാന്ന് അതിലും പഞ്ചുള്ള മറ്റൊരു ഡയലോഗ്. അയാളുടെ കയ്യില് കോടികളുടെ വരുമാനമുള്ള വക്കീൽ ആഫീസ് ഉണ്ട്. അയാളോട് ഞങ്ങൾ കളിക്കണത്. മാത്യുവിന്റെ പേരിൽ നിങ്ങൾ എടുക്കുന്ന കേസുകൾക്ക് നിങ്ങൾ പരസ്യമായി ആത്മഹത്യ ചെയ്യേണ്ടി വരും CPM. എങ്ങനെയുണ്ട്? ഇഞ്ചി കൃഷിയിലെ ലാഭം കൊണ്ട് 5 കോടിയുടെ വീടുണ്ടാക്കിയ ഒരു പാവം കർഷകൻ. ലീഗ അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. എന്നാൽ ഷാജിയുടെ പഞ്ച് ഡയലോഗ് കേട്ട് പുളകം കൊണ്ട പച്ചപ്പടക്കം അറിയുമോ ഷാജിയുടെ ഈ കുഴൽ എത്ര കേസ്? ഇതാണ് സ്വന്തമായി വക്കീലാഫീസുള്ള AKG സെന്റർ പൊളിക്കാൻ പോകുന്ന കമ്മ്യൂണിസ്റ്റുകാരെ അങ്ങ് മൂക്കിൽ കയറ്റാൻ പോകുന്ന കുഴൽനാടൻ. കോപ്പി അടിച്ചതിന് പിടിക്കപ്പെട്ട് ഡീബാർ ചെയ്യപ്പെട്ട മുതലായവൻ. തള്ളും പൊള്ളും മാത്രമാണ് ആകെ കൈമുതൽ. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കേസിന് പോയ കക്ഷിയുടെ കയ്യിൽ വല്ലതും ഉണ്ടായിരുന്നു. കുറെ തള്ളും കുറെ പൊള്ളും. ഒരു ജോഡി കയ്യും കാലുമായി കോടതിയിൽ പോയപ്പോ അവിടുന്ന് എന്താ കിട്ടിയത്? A4 ഷീറ്റ് പേപ്പർ കൊണ്ട് വന്നിട്ട് തുണ്ട് കടലാസ് പോലും കോടതിക്ക് കാണാൻ പറ്റില്ല. എത്ര A4 ഷീറ്റ് പേപ്പറാണ് നിർവനൊക്കെ കണ്ടത്. കേസ് തോറ്റമ്പിയിട്ടും ഇവനെ ന്യായീകരിക്കാൻ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന കോൺഗ്രസ് നേതാവിന് സഖാവ് ഷിജു ഖാനും ലാൽകുമാറും ചേർന്ന് പഞ്ഞു കിട്ടും. അതിന് ഞാനൊരു ഒരു വരി വായിക്കാം. അതിനകത്ത് രസകരമായി എഴുതിയിരിക്കുന്ന ഒരു വരിയാണ്. ദ കംപ്ലൈനന്റ് കനോട്ട് ഫോർകാസ്റ്റ് എവറിത്തിങ് ആൻഡ് ഓൺ ദാറ്റ് ബേസിസ് കനോട്ട് പ്രിസ്യൂം ദാറ്റ് ദർ ഇസ് കറപ്ഷൻ. കംപ്ലൈനന്റ് ചുമ്മാ അപ്പൊ കംപ്ലൈനന്റ് കനോട്ട് ഫോർകാസ്റ്റ് എനിത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലൈനന്റ് ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ട് കൊടുത്തിരിക്കുന്നതാണ് ഇത് മൊത്തം. ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെയും മാത്യു കുഴൽനാടന്റെയും ഒക്കെ ബുദ്ധിയിൽ തോന്നിയ ഒരു തന്ത്രം മാത്രമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരു മെറ്റീരിയൽ എവിഡൻസ് ഇല്ലാതെ കോടതിയിലേക്ക് പോവുക. മെറ്റീരിയൽ എവിഡൻസ് ഉണ്ടെങ്കിൽ ഒരു സീരിയസ് ലിറ്റിഗേഷനിലേക്ക് നിങ്ങൾ പോകുമ്പം മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന ഒരു MLA ആണല്ലോ അല്ലേ, അദ്ദേഹത്തിന്റെ ഉറപ്പായിട്ടും അദ്ദേഹത്തിന്റെ തെളിവുകൾ ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പ്രിജുഡൈസ് ചെയ്യാൻ എളുപ്പമാണല്ലോ അല്ലേ. നിങ്ങൾ ആലോചിക്കോ, കോടതിയുടെ മുന്നിൽ എവിഡൻസ് ഹാജരാക്കി കഴിഞ്ഞാൽ കോടതിക്ക് എങ്ങനെയാണ് മറിച്ചെഴുതാൻ പറ്റുക? ഇവിടെ നോക്കൂ, തെളിവുകൾ കൊടുത്ത് തെളിവുകളിലുള്ള ഇന്റർപ്രിട്ടേഷൻ കോടതി നടത്തുവല്ല ചെയ്തിരിക്കുന്നേ. തെളിവേ ഇല്ല. അതാണ് പറഞ്ഞത്. there is not even a scrap of paper before the court. You should understand that. അത് ശരത്തേട്ടൻ പറഞ്ഞ വാക്കിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. there is no scrap of paper before the court. അപ്പൊ ഇപ്പൊ നമ്മൾ സാധാരണ ഗതി പറയും ഈ ഒബ്സർവേഷൻ കോടതിയുടെ തെറ്റായിരുന്നു, അല്ലെങ്കിൽ ആ ഒബ്സർവേഷൻ കോടതിയുടെ തെറ്റായിരുന്നു. നമ്മൾ അങ്ങനെയൊക്കെ പലപ്പോഴും പറയാറുണ്ട്. ആ ഇന്റർപ്രിട്ടേഷൻ തെറ്റി എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അപ്പീൽ കോടതികൾ എപ്പോഴും കിടക്കുന്നത്. ഇത് വിലയിരുത്താൻ ഒരു പേപ്പർ കൈ വേണ്ടേ എന്നുള്ളതാണ് ആ പറഞ്ഞു വെച്ചിരിക്കുന്നതിന്റെ സാരാംശം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് രസകരമായ ഒരു കാര്യമുണ്ട്. പാരഗ്രാഫ് 6-ൽ അതൊന്ന് എടുത്താൽ നന്നായിരിക്കും. ഇൻ ഓർഡർ ടു ഹെൽപ്പ് KREML ആൻഡ് CMRL a man-made flood disaster was created in the year 2018. ഏതാ 2018 ഇവരെ സഹായിക്കാനായിട്ട് മാൻമെയ്ഡ് ഫ്ലഡ് ഉണ്ടാക്കിയെന്ന്. ഏതാ ഇവിടെ നടന്ന 2018 പ്രളയം ഇവരെ ഈ കമ്പനികളെ സഹായിക്കാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇതിന് ഈ പെറ്റീഷൻ അത് എഴുതി വെച്ചിരിക്കുന്നു. ഇതൊക്കെ കേട്ട ആൾക്കാർക്ക് എന്തോ തോന്നുക. അതതിനകത്തുണ്ട്. And in the guise of disaster management the government decided to remove the sandbar. എന്ന് വെച്ചാൽ അവിടെ ഉണ്ടായിരിക്കുന്ന മണലെടുത്ത് മാറ്റാൻ, എന്ന് വെച്ചാൽ ഈ പറയുന്ന തോട്ടപ്പള്ളി സ്പിൽവേയുടെ അവിടെ വരാൻ പോകുന്ന മണ്ണ് എങ്ങനെ ഈ പ്രളയം ഉണ്ടായ ശേഷം പ്രളയം ഉണ്ടാക്കി മണ്ണ് അവിടെ വന്ന് ആ മണ്ണെടുക്കാനുള്ള കാര്യം അനുമതി മുഖ്യമന്ത്രിയും കൂട്ടരും കൂടെ ഉണ്ടാക്കി കൊടുക്കുക. ആർക്ക്? ഇവരെ ഈ വീണ വിജയന്റെ എക്സാലോജിക്കിൽ നിന്ന് മേടിച്ചിരിക്കുന്ന കാശെന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ പറയാൻ ഒരു നാണമൊക്കെ വേണ്ടേ ഇതൊക്കെ പറയുന്നതിന്? ഞാൻ പറഞ്ഞു വരുന്നത് ഇത്, ഞാൻ എന്റെ പൊളിറ്റിക്കൽ പോയിന്റ് ഞാൻ ക്ലിയർ ആക്കാം. ഞാൻ എന്റെ ലീഗൽ സൈഡിന്റെ ഒരു പാർട്ടിലേക്ക് ഞാൻ കടന്നു കഴിഞ്ഞു. അടുത്തത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രേ ഉള്ളൂ. ഇവരെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി പിണറായി വിജയനെ പിടിക്കുക എന്നുള്ളത് അവരൊരു വലിയ ലക്ഷ്യമാക്കി വെച്ചിട്ടുള്ളതാണ്. ഞാൻ ശരത്തേട്ടൻ അറിയാം ക്ലിയർ ആയിട്ട് നമ്മൾ എത്ര ചർച്ച പിണറായി വിജയനെതിരെയായിട്ട് ഈ സംസ്ഥാനത്ത് രമേശ് ചെന്നിത്തല എന്ന പ്രതിപക്ഷ നേതാവ് കൊണ്ടുവന്നു നമുക്കറിയാം. ഇതെല്ലാം പൊളിഞ്ഞു പോകുന്നതിന് കാര്യം ഇവർക്ക് they don't have even a piece of paper to prejudice the chief minister. ചീഫ് മിനിസ്റ്റർക്കെതിരെ പ്രിജുഡൈസ് ചെയ്യാനായിട്ട് ഒരു പീസ് ഓഫ് പേപ്പർ പോലും ഇല്ല. ചുമ്മാ രാവിലെ ഉറക്കം എഴുന്നേറ്റ് വരുമ്പം
എന്നാ ഇന്ന് ഇതങ്ങ് പറഞ്ഞേക്കാം എന്ന് പറയുന്ന പരിപാടിയായി നടന്നുകൊണ്ടിരിക്കുന്നത്. Okay. നോക്കൂ, കേരളത്തിലെ കോടതികൾ അല്ലെങ്കിൽ പരമോന്നത കോടതി, സുപ്രീം കോടതി, അവിടെ വരെ നമുക്ക് പോവാം. പക്ഷെ എന്റെ ചോദ്യം, ഇത്രയും നാളുള്ള ലിറ്റിഗേഷനകത്ത് കുറെ ആരോപണം, ഈ പറഞ്ഞ ലിറ്റിഗേഷന്റെ പ്രശ്നം ഇതിന് മേളിൽ കോടതി ഉണ്ടെന്നുള്ളതാണല്ലോ വാദം. അപ്പൊ എന്റെ അടുത്ത ചോദ്യം, ഇതിന് മുമ്പ് പോയ കേസിന്റെ ഒക്കെ മേളോട്ടുള്ള കോടതി പോയതിന്റെ ഉത്തരം എന്തായെന്നാ എന്റെ ചോദ്യം. ഇത് ആൾക്കാരെ പറ്റിക്കാൻ CPIM-ന്റെ ഒരു നേതാവിനെ താറടിച്ച് കാണിക്കാൻ വർഷങ്ങളായി നടത്തുന്ന ഒരു ശ്രമത്തിന്റെ ഭാഗം മാത്രമാണ്. അങ്ങനെ താറടിക്കുന്നത് കൊണ്ട് അവർക്കുള്ള ഗുണം ഒരു പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ടാകും എന്ന് അവർ പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അങ്ങനെ ആ പ്രതീക്ഷ നടക്കുന്ന ഒരു കാര്യമേ അല്ല. കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായി അറിയാം. ഈ പറയുന്ന സമയങ്ങളിലും ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കാലത്തും ഇതൊരു പ്രചരണമായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ പ്രചരണം, ഈ ജഡ്ജ്മെന്റ് യഥാർത്ഥത്തിൽ ഇലക്ഷന് മുമ്പ് വന്നിരുന്നെങ്കിൽ നമുക്ക് ഇച്ചിരൂടെ ജനങ്ങളോട് കൂടുതൽ കൺവിൻസിംഗ് ആയി പറയാമായിരുന്നു. നോക്കൂ, സത്യമാണ് നമ്മൾ അന്നും പറഞ്ഞത്, സത്യമായി ഇപ്പോഴും പറയുന്നത്. പക്ഷെ കുഴപ്പം ഇവർ ഇതിനകത്തൊരു പുകമറ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. ഈ ഇപ്പോഴത്തെ ചർച്ചയ്ക്കകത്ത് പോലും നോക്ക്, റോണി കെ ബേബി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞത് ലാൻഡിന്റെ പ്രശ്നത്തെ കുറിച്ച് പറഞ്ഞു. ലാൻഡ് സീലിംഗുമായി ബന്ധപ്പെട്ട് പെർട്ടിനന്റ് ആയിട്ടുള്ള പോയിന്റ് പറയണമെന്ന് പറഞ്ഞ് പറയാൻ 3 പോയിന്റ് പറയാനായിട്ടുള്ള അവസരം കോടതി കൊടുത്ത ശേഷം ആ ആർഗ്യുമെന്റിൽ നിന്ന് പുറകോട്ട് പോകുന്ന മാത്യു കുഴൽനാടനെയാണ് കാണുന്നത്. മാത്യു കുഴൽനാടൻ എന്ന് പറഞ്ഞാൽ പെറ്റീഷണറെയാണ് കാണുന്നത്, ആ കംപ്ലൈനന്റെയാണ് കാണുന്നത്. അപ്പൊ അതൊന്നും ഒരു വിഷയമല്ല. പിന്നെ വന്നിരുന്ന് എന്തൊക്കെയോ പറയും. തീർച്ചയായിട്ടും അത് തന്നെയാണ്. അപ്രകാരം അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളുടെയും കെട്ടുകഥകളുടെയും പിന്നാലെ മീഡിയയുടെ സഹായത്തോടു കൂടി പ്രതിപക്ഷത്തെ ചില ആളുകൾ, മാത്യു കുഴൽനാടൻ അതിൻ്റെ മുന്നണിയിൽ നിന്ന് അതിനെ കൊണ്ടുപോവാണ്. പിന്നെ അത് പറയുമ്പോൾ ശ്രീ ശരത്ത്, അങ്ങനെപ്പോലൊരാൾ ഈ ജഡ്ജ്മെന്റിനെ വെച്ചാണ് ചർച്ച. തീർച്ചയായിട്ടും ജഡ്ജ്മെന്റിന്റെ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. പക്ഷെ നമുക്കങ്ങനെ പെട്ടെന്നൊന്നും മറവിരോഗം ബാധിക്കാൻ പാടില്ല ശരത്ത്. എന്തായിരുന്നു ഈ സംഭവങ്ങൾ ഈ ചർച്ചകൾ, ഇത്തരം ചർച്ചകൾ നടക്കുന്ന നമ്മുടെ പുതുപ്പള്ളി ഇലക്ഷന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ എന്തൊക്കെയായിരുന്നു മുന്നോട്ട് വെച്ച വാദങ്ങൾ? അത് നമ്മൾ മറന്നുപോകരുത്. ഈ KMRL എക്സാലോജിക് സൊല്യൂഷൻ അവിടെ കൊടുത്തിട്ടുള്ള സേവനവുമായി ബന്ധപ്പെട്ട് നടന്ന സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് ടാക്സ് അടച്ചിട്ടില്ല എന്ന ആക്ഷേപം ഇവരുന്നയിച്ചില്ലേ? മാത്യു കുഴൽനാടൻ ഉന്നയിച്ചില്ലേ? നമ്മൾ മറന്നുപോകരുത്. പിന്നെ GST അടച്ചിട്ടില്ല, ഈ വാദം ഉയർത്തിയത് നമ്മളൊന്നും മറന്നു പോകരുത്. അനധികൃതമായ പണമിടപാട് നടത്തി, ഇങ്ങനെ ഒരു ആരോപണം അവർ ഉന്നയിച്ചത് നമ്മൾ മറന്നു പോകരുത്. ഈ ജഡ്ജ്മെന്റിനെ ചുറ്റിപ്പറ്റി തന്നെ നിൽക്കുന്ന ഒട്ടേറെ മറ്റു കാര്യങ്ങളുണ്ട്, അത് നമ്മൾ മറക്കരുത്. ഞങ്ങളൊക്കെ അന്ന് ഉന്നയിച്ചതാണ്. കള്ളപ്പണ ഇടപാട് ആക്ഷേപം ഉന്നയിച്ചില്ലേ ഇവർ? ബാങ്ക് ട്രാൻസാക്ഷന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ ഒരു സ്ഥാപനം കൊടുക്കേണ്ട നികുതിയും അതുമായി ബന്ധപ്പെട്ട എല്ലാ ബാധ്യതകളും നിറവേറ്റിക്കൊണ്ട് നടന്ന ബാങ്ക് ട്രാൻസാക്ഷനെ കള്ളപ്പണ ഇടപാടെന്ന് ഇവർ പറഞ്ഞില്ലേ? ശരത്തൊന്നും മറന്നുപോയോ? ശരത്, GST അടച്ചിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? ഞങ്ങൾ പറഞ്ഞു GST അടയ്ക്കേണ്ട കാര്യത്തിൽ GST അടച്ചു തന്നെ പോയിട്ടുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു. അന്ന് പല ചാനലുകളിലെ അവതാരകർ ഞങ്ങളോട് ചോദിച്ചു, GST അടച്ചതിന്റെ തെളിവ് എവിടെ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു ആരോപണം ഉയർത്തുക, അതിന്റെ തെളിവെല്ലാം കൂടി ഞങ്ങൾ കൊണ്ട് TV റൂമിൽ പോവുക. ഞങ്ങൾ പറഞ്ഞു GST അടച്ചിട്ടില്ലെങ്കിൽ, ബന്ധപ്പെട്ട നികുതി അടച്ചിട്ടില്ലെങ്കിൽ, ബാങ്ക് വഴിയുള്ള സാമ്പത്തിക ക്രയവിക്രയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾക്ക് ന്യായമായ നികുതി അടച്ചിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം മെമ്മോ കൊടുത്തോ? ഏതെങ്കിലും ഒരു സ്ഥാപനം എക്സാലോജിക് സൊല്യൂഷനോ വീണ വിജയനോ ആ ഘട്ടത്തിൽ ഒരു നോട്ടീസ് കൊടുത്തോ? ഞങ്ങൾ ചോദിച്ചു, ചർച്ചകളിലെല്ലാം ഞങ്ങൾ ചോദിച്ചു. അപ്പൊ നമ്മുടെ മാന്യന്മാരായ അവതാരകർ ഞങ്ങളോടൊക്കെ പറഞ്ഞത് അടച്ചിട്ടില്ല. അടച്ചു എന്ന് കാണിക്കാൻ റെസിപ്റ്റ് എവിടെ? ഇതുവരെ ചോദിച്ച മാന്യന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അതൊന്നും ഈ ഘട്ടത്തിൽ മറക്കരുത്. പിന്നെ കോടതിയിലേക്ക് പോയി എന്താ വിചാരിച്ചത് മാത്യു കുഴൽനാടൻ? മൂവാറ്റുപുഴ പട്ടണത്തിൽ 4 ബോക്സും ഒരു മൈക്കും എടുത്ത് 100 പേരെ കൂട്ടി നടത്തുന്ന മാത്യു കുഴൽനാടന്റെ ഗിർവാണ പ്രഭാഷണം പോലെയാണോ കോടതി മുറിയിൽ തെളിവുകൾ ഒന്നും മുന്നോട്ട് വെക്കാൻ കഴിയാതെ നുണക്കഥകൾ ഉണ്ടാക്കി, കെട്ടുകഥകൾ ഉണ്ടാക്കി, ഭാവന ഉണ്ടാക്കി കരുപിടിപ്പിച്ചാൽ അങ്ങനെ ഒരു ഭാഗം നിലനിൽക്കുമെന്ന്, അങ്ങനെ ഒരു വാദം നിലനിൽക്കുമെന്ന് മാത്യു കുഴൽനാടൻ കരുതിയോ? എന്തൊക്കെയാണ് മാസപ്പടി? ഇതല്ലേ ആക്ഷേപം? ശരത്തെ മറക്കരുത്. നമ്മളിപ്പോ ഈ ഭൂമിയെ സംബന്ധിച്ച് പറയുന്നു, നമ്മൾ അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ പറയുന്നു, നമ്മൾ മറന്നു പോകരുത്. മാസപ്പടി എന്നല്ലേ ഈ വിഷയത്തെക്കുറിച്ച് ഒരു പത്രം രേഖപ്പെടുത്തി. ഇതിന് ഈ കോടതി വിധി നമ്മൾ എടുക്കണം. കോടതി വിധി നേരത്തെ പറഞ്ഞല്ലോ, പല ഘട്ടങ്ങളിലും ഇളവ് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള അപേക്ഷ വരുമ്പോ ഇളവ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി അങ്ങനെ ഏതെങ്കിലും ഒരു ഇളവ് കൊടുത്തോ? ഇല്ല, ഒരു ഇളവും കൊടുത്തില്ല.
എന്ന് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കണം, KREML ഭൂപരിധി നിയമത്തിൽ ഇളവ് ആവശ്യപ്പെട്ട് നൽകിയ, അതായത് 2 പ്രാവശ്യം നിരസിച്ചതിന് ശേഷം പിന്നീട് വരുന്ന അപേക്ഷയിൽ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് നിയമപരമായ ഉചിതമായ നടപടികൾ പാലിച്ച് ഉചിതമായ തീരുമാനമെടുക്കാൻ നിർദ്ദേശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രിക്ക് മുമ്പിൽ വരുന്ന, ഒരു മുഖ്യമന്ത്രിക്ക് മുമ്പിൽ വരുന്ന, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഇത്തരം പദവികൾ മുമ്പിൽ വരുന്ന ആളോട് ഒരു ഫയൽ വന്നാൽ വ്യവസ്ഥാപിതമായ നടപടികൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ കറപ്ഷൻ ആവും? വ്യവസ്ഥാപിതമായ നടപടികളോ ഉചിതമായ നടപടികളോ സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ കറപ്ഷൻ ആകും? തലയിൽ ആൾതാമസമുള്ള ഏതെങ്കിലും ഒരു ജനപ്രതിനിധിക്കോ രാഷ്ട്രീയ പ്രവർത്തകനോ ഈ മാത്യു കുഴൽനാടൻ പറഞ്ഞതുപോലെ ആരോപണം ഉന്നയിക്കാൻ പറ്റുമോ? ഇനി 2, ഇതിൽ ഒരു ഗൂഢലക്ഷ്യവും ആരോപിക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എടുത്ത നിലപാടിൽ ഒരു ഗൂഢലക്ഷ്യവും ആരോപിക്കാൻ കഴിയില്ല. മനസ്സിലാക്കണം. അതുപോലെ മറ്റൊരു പ്രധാന കാര്യം, CMRൽ നിന്ന് പണം പറ്റിയിട്ടുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ആരാ? ഈ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒക്കെ ഉത്തരവിന്റെ എന്ന പേരിൽ വ്യാപകമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന RC OC എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തല എന്നും ഉമ്മൻചാണ്ടി എന്നും ഒക്കെ നമ്മുടെ മീഡിയയിൽ മുഴുവൻ വന്ന പേരുകൾ, ഒരു അന്വേഷണത്തിനും അതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം ഇവിടെ മാത്യു കുഴൽനാടൻ ആവശ്യപ്പെടാൻ താല്പര്യമില്ല. അപ്പൊ പിണറായി വിജയനെ കുറിച്ചും എക്സാലോജിക് സൊല്യൂഷനെ കുറിച്ചും വീണ വിജയനെ കുറിച്ചും മാത്രം തെരഞ്ഞു പിടിച്ച് അന്വേഷണം നടത്തണം എന്ന വാദത്തെ തന്നെ കോടതി ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണെന്ന് പറയുണ്ടായി. അതും നമ്മൾ പ്രധാനമായി കാണണം. അപ്പോ ഇക്കാര്യത്തിൽ നമ്മൾ ഈ വിധിയെ മാത്രമല്ല ശരത്തെ, ഈ വിധിക്ക് പുറമെ ഈ വിഷയം ഉയർന്നു വന്ന ഘട്ടം മുതൽ ഇന്നോളം ലാൻഡ് സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയുടെ പശ്ചാത്തലത്തിൽ പിന്നെ കേന്ദ്ര ഏജൻസികൾ അത് കാണണം. കേന്ദ്ര ഏജൻസികളെ വാസ്തവത്തിൽ ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാരും കേന്ദ്ര ഏജൻസികളും തമ്മിൽ അവിശുദ്ധമായ ബന്ധമുണ്ട്. ശ്രീ ശരത്, നമ്മൾ മറക്കരുത്, കെജ്രിവാളിനെ ജയിലിൽ അടച്ചത് കോൺഗ്രസിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് ജയിലിൽ അടച്ചില്ല എന്ന രാഹുൽ ഗാന്ധിയുടെ ചോദ്യം ഉയരുമ്പോ ഈ കേരളത്തിലെ കോൺഗ്രസും മറുപടി പറയണം. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ചേർത്ത് പിടിക്കുകയാണ് ഈ VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ. അവർക്കൊക്കെ ഇത് കേവലം മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന ആൾക്ക് കിട്ടിയ പ്രഹരം മാത്രമല്ല, അതിനെ ആഘോഷിച്ചവർക്ക് കിട്ടിയ നല്ല മറുപടിയാണ് ഈ കോടതി. തീർച്ചയായും ഞാനതാ പറഞ്ഞത്, നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.